नमस्कार दोस्तों, वेलकम बैक टू माय चैनल। और इस तरह मुन्नार की हंसी वादियाँ देखने के बाद हम चले समुंदर का सैर सपाटा करने और बैक वाटर्स का सैर सपाटा करने। पर उससे पहले ऑन द वे हमें जाना था एक इंडियन स्पाइस गार्डन में, और हमने चूज़ किया है ये इंडियन हर्ब स्पाइस एंड हर्बल गार्डन, जहाँ पे हम अब जाएंगे और आपको दिखाएंगे कि इंडिया में स्पेशली केरला में किस तरह के स्पाइसेस मिलते हैं और किस तरह के आयुर्वेदिक प्लांट्स होते हैं। तो उसका सैर करते हैं और फिर आगे जाएंगे आलमपुरा में। हम मुन्नार से चेकआउट करके जब बालापुरा जा रहे तो ऑन द वे हमने देखा ये इंडियन स्पाइसेस एंड हर्बल गार्डन। तो हमने सोचा थोड़ा सा अंदर एक टूर दिखाएंगे, ये लोग 100 रुपये पर हेड है। उसके बाद अंदर जाके दे विल शो यू दी ऑल दी हर्ब्स एंड स्पाइसेस, और आपको चाहिए तो यहाँ से खरीद भी सकते हैं। तो लेट्स गो एंड टेक अ वॉक। हाँ, ഇതാണ് ഓൾ സ്പൈസ് ഇല്ല, സർവ്വസുഗന്ധി എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതിലത് എല്ലാ സ്പൈസസിലും ചേർത്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് അറോമ നമുക്ക് ഒരേ മരത്തിൽ നിന്ന് തന്നെ കിട്ടും. ഓൾ സ്പൈസ് എന്ന് പറയാം. ആസ് എ ഫ്ലേവർ നമുക്ക് റൈസ് ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യാം, റൈസ് ഐറ്റംസിലെ കറീസിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഓൾ സ്പൈസ് ഏതാണ് മരം അതിന്റെ? പേരമരം പോലെ ഇത് ഇതില്ലേ? ഓക്കെ, അതിന്റെ ഇലയും കായൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഗ്രേറ്റ്. ഇത് പെപ്പർ. ഇത് അറിയാം, ഇത് കോമൺ അല്ലേ. പിന്നെ നമുക്ക് 3 തരം കുരുമുളക് ഉണ്ടാക്കുന്നുണ്ട്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ. മാത്രമായിരിക്കും വേറെ വേറെ. ഇതറിയോ? അറിയാം. വൈറ്റ് എങ്ങനെയാ വരാ അതിന്റെ? വൈറ്റ് എന്ന് പറയുന്നത് പഴുത്ത് കഴിയുമ്പോൾ അതിന്റെ തൊലി കളഞ്ഞാണ്. അപ്പൊ വൈറ്റ് എന്ന് പറയൂലേ? ഓക്കെ. നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ ബ്ലാക്ക് പെപ്പർ ആണല്ലോ. ക്ലോവ്. പിന്നെ ഇത് ഗ്രാമ്പൂ. ക്ലോവ് കണ്ടിട്ടുണ്ടോ? കാണുന്നുണ്ട് അത് ഉണ്ടായി വരുന്നുണ്ട്. ഇതുണ്ട് ഈ ഇങ്ങോട്ടുള്ള ഒരു ബ്രാഞ്ചിൽ കണ്ടു ബഡ്സ് പോലെ ബഡ്സ് കണ്ടു. അത് വന്നിട്ട് പർപ്പിൾ കളറിലാകുമ്പോ നമുക്ക് പറിച്ച് വെയിലത്തിട്ടുണങ്ങും. ഓക്കെ. പൂ പിന്നെ അത് ഉണങ്ങി വരുമ്പോ അത് ഏലക്ക അങ്ങനെ ദൂരെ കണ്ടിട്ടുള്ളൂ, താഴെ ആയിട്ട് വരും. ഇതിൽ ഇതേ പ്ലാന്റ്, പക്ഷെ അത് ഏരിയൽ റൂട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ആ ഗ്രീൻ കളറിൽ അതൊരു ചെറിയ ഡാർക്ക് ഗ്രീൻ കളർ ആവും മൂത്ത് കഴിയുമ്പോൾ. ആ സമയത്ത് പറിച്ച് ഡ്രയറിലിട്ട് വേണം ഉണങ്ങാനായിട്ട്, വെയിലത്തല്ല. വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അതെ വാട്ടർ കണ്ടന്റ് കൂടുതലാണ് അതില്. സോ ഡ്രയർ ആണ് യൂസ് ചെയ്യുക. പിന്നെ ഇത് നന്നായിട്ട് ചുരുങ്ങി പോകും ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ. ആൻഡ് നമുക്കൊരു 45 ദിവസം 50 ദിവസം കൂടുമ്പോൾ എടുക്കാം. അതിനും വേറെ ഗ്രേഡ്സ് ഒക്കെ ഇല്ലേ? ഒരു കാര്യമില്ല. നമ്മുടെ പ്രൈസ് കാണാൻ ഒരു രസം ഉണ്ടാവും, പ്രൈസിന്റെ വ്യത്യാസം അത്രേ ഉള്ളൂ. ശരിക്കും നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏലക്കായത്തെ അകത്തുള്ള കായ അത് ബ്ലാക്ക് കളറാണോ, അതാണ് നോക്കേണ്ടത്. അല്ലാണ്ട് നമ്മളിപ്പോ 8 mm 7 mm 6 mm അങ്ങനെയൊന്നും. ആക്ച്വലി പ്രൈസ് അതിനനുസരിച്ചിട്ടാണ് ഓഫ്കോഴ്സ്. ഓക്കെ. സോ പക്ഷേ നമ്മൾ ശരിക്കും നോക്കേണ്ട കാര്യം അത് ചെറുതാണേലും വലുതാണേലും ഉള്ളിലുള്ള സീഡ് നല്ലതാണ്. അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ എന്തായാലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. അത് പച്ചയായിരിക്കാം, പച്ചയായോണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓയിൽ എക്സ്ട്രാക്റ്റഡ് ആയിരിക്കാം. പിന്നെ ഈ നമുക്ക് മൊത്തത്തിലൊരു ഗ്രീൻ കളറിലൊക്കെ കിട്ടാന്ന് പറയുന്നത് മര കളറൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. ചിലപ്പോ അവര് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വീണ്ടും കളർ ഇട്ടിട്ട് വെക്കും. കണ്ടിട്ടില്ലേ? നമുക്ക് ബ്ലാക്ക് കളറിലല്ലേ കിട്ടാം. ശരിക്കും അത് ഡാർക്ക് ബ്രൗൺ കളർ ആയിരിക്കണം. പ്രസ് ചെയ്ത ഓയിൽ കാണാൻ പറ്റണം, സോഫ്റ്റ് ആയിരിക്കണം. മറ്റേ ഓവർ ഹാർഡ് ആയിട്ട് വരുന്ന ബ്ലാക്ക് കളറിൽ വരുന്ന സംഭവം പ്രസ് ചെയ്ത് ഒടിഞ്ഞു, അത് ഓയിൽ എക്സ്ട്രാക്റ്റഡ് ആണ്. സോ മറ്റേ വന്നിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ജാതിപത്രി ഉള്ളതുകൊണ്ട് കറക്റ്റ് ഓറഞ്ച് യെല്ലോയിഷ് കളറിലെ കുറച്ച് ബ്രൗൺ കളറിൽ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ടായിരിക്കും കിട്ടാം. ഓക്കെ. അതും ആക്ച്വലി നല്ലതല്ല. ഓൾ ഫ്ലവർ ആയിരിക്കണം, റെഡിഷ് കളറിലായിരിക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. മായ എല്ലാത്തിലും ഉണ്ടല്ലോ. അതെ. പിന്നെ അത് കണ്ടോ ഗ്രീൻ കളറിലുള്ള സീഡ്സ്? കണ്ടു. കോഫി കണ്ടിട്ടുണ്ടോ? കോഫി കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെ പോയപ്പോ കണ്ട? കൊണ്ണൂർ, വയനാട്. കൂർഗ് കണ്ണൂരല്ല, കൂർഗ്, സോറി. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് വാതം കൊല്ലി എന്ന് പറയുന്ന പ്ലാന്റ്. വാതം കൊല്ലി. അതുപോലെ തന്നെ ആ വള്ളി പോലെ കണ്ടോ, അതാണ് പെരണ്ട എന്ന് പറയുന്ന സംഭവം. ഇത് ഒരു ഷോ പ്ലാന്റ് പോലെ വെക്കാറുണ്ടല്ലോ, അങ്ങനെ അതുപോലെ തന്നെ സെയിമാ.
അത് ഞാൻ ചിലപ്പം മെയിലി ഞാൻ അവിടെ കാണിച്ചു തരാം. മെയിലി ഒരെണ്ണമുണ്ട്. പിന്നെ ഇത് ഇരുമ്പുരുക്കി എന്നൊക്കെ പറയും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ വാദംകൊല്ലി എന്ന് പറയുന്ന പ്ലാന്റ് ഇതാണ്. അതായത് പെയിൻ ഓയിലിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഈ പെയിൻ ഓയിലിൽ നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന സംഭവമാണ്. അതായത് 45 days 60 days ടൈം ഇത് ബട്ട് വിൽ ഗെറ്റ് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 45 ദിവസം 60 ദിവസമൊക്കെ യൂസ് ചെയ്യണം. പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിലും പെയിൻ ആണെങ്കിലും എനി കൈൻഡ് ഓഫ് പെയിൻ. ഓക്കെ, മിക്സ് ചെയ്തിട്ടുണ്ടാകാം. ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ 33 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ ഇതാണ് ഇൻസുലിൻ ചെടി, കോസ്റ്റസ് പിക്കസ് എന്ന് പറയും. ഇൻസുലിൻ ചെടി കേട്ടിട്ടുണ്ടോ? ഇൻസുലിൻ ചെടി ഡയബറ്റീസിന്റെ മരുന്ന് എല്ലാം യൂസ് ചെയ്യുന്ന സംഭവമാണ്. ആൻഡ് ഇത് പേര് മാത്രമേ ഉള്ളൂ ഇൻസുലിന്, യാതൊരു ബന്ധമില്ല ഇൻസുലിൻ. അതുപോലെ തന്നെ ടൈപ്പ് 1 വർക്ക് ആവത്തില്ല. ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മൾ ഗുളിക കഴിക്കുന്ന ടാബ്ലറ്റ്സ് കഴിക്കുന്ന സ്റ്റേജിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ആൻഡ് അറിയാലോ ഇത് കണ്ടീഷനാണ്, സോ ക്യൂറബിൾ ഒന്നുമല്ല, കൺട്രോളബിൾ ആണ്. ലീവ്സ് ആട്ടോ യൂസ് ചെയ്യാം. ലീവ്സ് അതിന്റെ നീരെടുത്തിട്ട് ചെയ്യൂലേ, പൗഡർ ചെയ്യും. ആൻഡ് ഇതാണ് ഇലിപ്പ മധുക്ക ലോംഗിഫോളിയ ഫോർ സ്കിൻ ഡിസീസസ്. ഈ സോറിയാസിസ്, എക്സിമ, ഡിറ്റർമ, ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഓയില് ഇതിന്റെ ബാക്കിൽ നിന്നാണ് എടുക്കുക. നമുക്കിപ്പോൾ മറ്റേ സോറിയാസിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റേണൽ മെഡിസിൻ കൂടെ യൂസ് ചെയ്യണം. ദാറ്റ്സ് ഫ്രം അനദർ പ്ലാന്റ്. ഓക്കെ, ലോംഗിഫോളിയ. കരിനോച്ചി എന്ന് പറയുന്നത് വൈറ്റ് റൈസിനൊക്കെ ഉണ്ടോ? വെരിക്കോസ് വെയിൻ ഇല്ലേ, വെരിക്കോസ് വെയിൻ്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഓയിലില്ലാത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാത്തിനും ഓയിലല്ലേ മോസ്റ്റ്ലി? അല്ല, ഓയിലുണ്ട്, ചിലത് പൗഡർ ചെയ്യും. ഇന്ത്യ എക്സ്റ്റേണൽ മോസ്റ്റ് ഓഫ് ദം അത് ഓയിലായിരിക്കും, ചിലത് മാത്രം ക്രീമിൽ വരുന്നുണ്ട്. ഇത് നോനി എന്ന് പറയുന്ന ഒരു മരമാണ്. ഇതിൽ ചെറിയ നമ്മുടെ പോലെ ചെറിയ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഫ്രൂട്ട് അത്ര ഫേമസ് അല്ല, പക്ഷെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. മൾട്ടി വൈറ്റമിൻ പോലുള്ള ടേസ്റ്റ് ഭയങ്കര ഒരു പഞ്ചൽ സ്മെല്ലും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അത്ര ഫേമസ് അല്ല. മാൽദീവ്സിലൊക്കെ ഇറ്റ്സ് എ ടേബിൾ ഫ്രൂട്ട്. ഓക്കെ, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ആ സ്മെല്ലാണ്. ഇതാണ് അറിയാലോ, വേലി വരുന്നുള്ള. ഞാൻ ഉദ്ദേശിച്ചത് സാറ് അന്നേരം ഷോ പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ, ഇതാണോ? അല്ല, അല്ല അല്ല, അതുപോലത്തെ വേറെ ഷോ പ്ലാന്റ്. ഇത് രാമച്ചം, ഇതറിയാലോ? രാമച്ചം കേട്ടിട്ട് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഗ്രാസ് ആയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അതിന്റെ പേര് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കും. ഹെയർ ഓയിലിൽ ഇടുന്നേ, പെർഫ്യൂം ഉണ്ടാക്കണേ, മാറ്റായിട്ട് ഉപയോഗിക്കണേ, സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കണ സംഭവമാണ് രാമച്ചം. വെട്ടി വരുന്നത് അതാണ്. ഇപ്പൊ ഒരു ബസ്മതിയുടെ ഒരു ഫ്രാഗ്രൻസ് ആണില്ല, അത് ഇതിനാണ് കേട്ടോ. ഇത് റംബൈല അറിയോ? ഇവിടെ കിട്ടാറില്ല, അവിടെ നോർത്തില് കിട്ടാറില്ല. അത് കാരണം ടേസ്റ്റ് വരാറില്ല. ഇത് ജാതി, അത് ജാതി, അതറിയാലോ? ജാതിക്ക ജാതിപത്രി രണ്ടും. പിന്നെ ഇതാണ് അർജുൻ ട്രീ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അർജുൻ കച്ചാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യല്ലേ, നമ്മുടെ ഹാർട്ട് പ്രൊട്ടക്ഷനുകളാണ്. HDL, LDL, TDL, ഡെൻസിറ്റി അതിലൊക്കെ യൂസ് ചെയ്യുന്നത്. മഞ്ഞൾ അറിയാം. बोलो बी केयरफुल, you might fall down. इसको बस बंद कर दे, अभी क्लोज कर. ये पाना ഇതാണ് ആടലോടകം. ആടലോടം കേട്ടിട്ടുണ്ട്. ടഫ് റിലേറ്റഡ് പ്രോബ്ലംസുകളാണ് പോലെ യൂസ് ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ. പിന്നെ ഇതാണ് അയ്യപ്പാന എന്ന് പറയുന്നത്. അയ്യപ്പാന നമ്മുടെ പൈൽസ് ഇല്ലേ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷേഴ്സ് ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെ ഇന്റേണൽ മെഡിസിനിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതായത് ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടാനായിട്ട് ഓഫ് കോഴ്സ് ഡയറ്റിംഗ് വേണം. ഓക്കെ. ആൻഡ് ഇതാണ് പഴുതാരക്കൊല്ലി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു മെഡിസിനൽ പ്ലാന്റ് ഒന്നുമല്ല. ഐ മീൻ മെഡിസിൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമൊന്നുമല്ല. നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് ഒക്കെ പോലെ ഈ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ കടിച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ പോലെ തുളസി, മഞ്ഞൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊക്കെ അരച്ച് ആന്റിസെപ്റ്റിക് പോലെ എഫക്റ്റ് ഉണ്ട്. ടോർച്ച് ജിഞ്ചർ. ടോർച്ച് ജിഞ്ചർ ഇല്ലേ, ലാൻഡ് ലോട്ടസ് എന്ന് പറയും. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ജപ്പനീസ് ജിഞ്ചർ. സുഷി കഴിച്ചിട്ടില്ലേ? സുഷി ട്രൈ ചെയ്തിട്ടില്ല. അതിന്റെ കൂടെ ഒക്കെ സാലഡ് ആയിട്ട് അവരുടെ ഒട്ടുമിക്ക ഫുഡിലും ഇതുണ്ടാവൂലേ പോലെ വരുന്ന ഒരു ഫ്ലവർ ആണ് ഇത് കേട്ടോ. നമ്മൾ ഈ ഒനിയനൊക്കെ യൂസ് ചെയ്യുന്ന ആക്ച്വലി എഡിബിൾ ആണ്. ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇത് നമ്മുടെ ഇതിന്റെ ഒരു അവസാന ടൈമില് ഇത് വന്നിട്ട് ഒരു പൈനാപ്പിൾ പോലെ ഒരു ഫ്രൂട്ട് പോലെ ആവും. സോ അതിന്റെ ഫ്ലഷ് നമ്മൾ ഫേസ് ക്രീംസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഡാർക്ക് സർക്കിൾ, പിമ്പിൾസ്, പിഗ്മെന്റേഷൻ, ബ്ലാക്ക്, വൈറ്റ്, ടാനിങ്. ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഉണ്ട് അത്. ആക്ച്വലി ഇത് ഒരു ഫെയർനെസ് ക്രീം ആയിട്ടല്ല. അല്ല, ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ? ഇല്ല അല്ലേ? കാരണം ഇതെന്ന് പറയുന്നത് പ്രോപ്പർ മെഡിസിൻ ആണ്. മെഡിസിൻ പോലെ. അതായത് ഇതിൽ നമുക്ക് ഒരു ഗ്ലോനെസ്സോ ബ്രൈറ്റ്നെസ്സോ ഒന്നുമില്ല. ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മുടെ മാർക്സ് റിമൂവ് ചെയ്യാം. ഐ മീൻ എയർ ഫോളിക്കിൾസ് ക്ലീൻ ചെയ്യുക. ആക്ച്വലി ഇറ്റ്സ് പ്രിസ്ക്രൈബ് മെഡിസിൻ ഫോർ ഇൻഫന്റ് ബേബീസ് ഫോർ റാഷസ്. ഞാൻ ക്ലോസ്ഡ് ഏരിയയിലാണ് ഉണ്ടാകുന്ന ഇച്ചിങ് ആൻഡ് ട്രാം ഷെയ്ഡ്സ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ കൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഇതാണ് ആനച്ചുവടി എന്ന് പറയുന്നത്. ഇതല്ലേ? ഇതും പൈൽസിന്റെ മെഡിസിനിലെ വൺ ഓഫ് ദ ഇൻഗ്രീഡിയന്റ് ആണ്. ആൻഡ് ഇത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ യൂറിക് ആസിഡ് ഉണ്ടല്ലോ, യൂറിക് ആസിഡ് ലെവൽ. അതിന്റെ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ ഡൗട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ കണ്ട പെയിൻ ഓയിൽ എക്സ്റ്റേണൽ യൂസ് ചെയ്യണം, ഇത് ഇന്റേണൽ യൂസ് ചെയ്യണം. അങ്ങനെ രണ്ടും കൂടെ ചേർത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇത് ശതാവരി. ഇത് കേട്ടിട്ടുണ്ടോ? ശതാവരി. ഇത് ലേഡീസിനായിട്ടുള്ളതാണ്. ശതാവരി കൽപ്പമല്ല, ഇത് ശതാവരി ഗുണം. ആ പൗഡർ അല്ല ഇത്. ഇത് ലേഹ്യം ഉണ്ടാക്കുന്നതാണ് ഫോർ ഹെൽത്തി റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. PCOD, PCOS, ഫൈബ്രോയിഡ്സ്, ഹോർമോൺ ഇംബാലൻസ്, ഇറഗുലർ പീരിയഡ്, ബ്ലീഡിംഗ്, ലെസ് ബ്ലീഡിംഗ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പ്രിവെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ഐ മീൻ ഇതിൽ നമുക്കൊരു പ്രോപ്പർ എല്ലാ പ്രോബ്ലംസിനും ക്യൂറബിൾ ഒന്നും അല്ലല്ലോ. സോ ഫൈബ്രോയിഡ്സ് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടീവ് ആയിട്ട് വരും. ഐ മീൻ ഇറ്റ്സ് ബെറ്റർ ടു പ്രിവെന്റ്. സോ ദാറ്റ് വേ വി കാൻ യൂസ്. റൈറ്റ്. അഗൈൻ ഇതാണ് വെള്ളക്കുടുവേലി എന്ന് പറയുന്നത്. വെള്ളക്കുടുവേലി പിന്നെ പൂവാണോ? ആക്ച്വലി ഇതിന്റെ ഹോൾ പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൽ പഞ്ചാംഗം എന്ന് പറയും. ഫുൾ പ്ലാന്റ് ആണ് യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ സൊറിയാസിസ്, എക്സിമ ഒക്കെ ഉള്ളവർ ഇന്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. ഐ മീൻ ഇംപ്യൂർ ഓഫ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഇത് ശിവതുളസി എന്ന് പറയുന്ന ഒരു തുളസിയാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ അജ്വൈൻ ഇല്ലേ, അതിന്റെ ഒരു സ്മെല്ലും ടേസ്റ്റ് ഒക്കെ അതിന്. തുളസികളിൽ ഏറ്റവും വലിപ്പമുള്ള തുളസി ഇത് തന്നെയാണ്. ഓക്കെ. മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്. മൈഗ്രെയിൻ, ഹെഡ് ഏക്ക്, സൈനസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെ ഇത്. പ്ലസ് കർപ്പൂരാതി, അതന്നെ ആ സ്മെല്ല് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് തുളസിയാണ്. ബ്രഹ്മി അറിയാലോ. ഏറ്റവും നല്ല മെഡിസിൻ ആണ് ആയുർവേദത്തില്. ആക്ച്വലി നമ്മളെ ബുദ്ധിവികാസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് നമ്മുടെ സെൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഐസൈറ്റ്, ഹിയറിംഗ്, സൗണ്ട്, എസ്പെഷ്യലി നമ്മളെ കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഇത് 100% പ്രോബ്ലംസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല. പ്രോബ്ലം ഇല്ലാത്ത സ്റ്റേജിൽ തന്നെ നമ്മൾ കൊടുത്തെങ്കിലാണ് അതിന്റെ ഒരു 100% ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പോലെ ബോഡി റിലേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഇത് ഐസൈറ്റ്, ഹിയറിംഗ്, സൗണ്ട്, സെൻസറി ഓർഗൻസ്, ന്യൂറോളജിക്കൽ ഫങ്ഷൻസ്. ആൻഡ് ഇത് ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് സ്പെക്സ് വെച്ചതിന് ശേഷം അത് എടുക്കാനൊന്നും പറ്റത്തില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. മൈനസ് പ്ലസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റേബിൾ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇനി മൈനസിലേക്ക് പോകാണ്ടിരിക്കല്ല. സ്പെക്സ് ഇല്ലാത്ത ഒരാൾക്ക് അതിന്റെ ആവശ്യം വരില്ല. ഹെൽപ്പ് ചെയ്യും. അത് ഐസിന്റെ കേസിൽ മാത്രമല്ല, എല്ലാത്തിലും.
സോ ആൻഡ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട കൊടുക്കേണ്ട മരുന്നൊന്നുമല്ല. ഇത് ആക്ച്വലി ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു മാസമൊക്കെ കൊടുത്ത് 350 gram അതാണ് കുട്ടിക്ക് വരുന്ന കോഴ്സ്. പൗഡർ ആയിരിക്കും. പക്ഷെ ഭയങ്കര കയ്പല്ല ഇത്. ഇല്ലില്ല, കുട്ടികൾക്ക് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ശംഖുപുഷ്പി വരുന്നുണ്ട്, വയമ്പ് വരുന്നുണ്ട്, നെല്ലിക്ക വരുന്നുണ്ട്, ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ പാം ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് വരിക. സോ കുട്ടികൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് കൊടുത്താലും അവർ കഴിച്ചോളൂ. അതുപോലെ ചെയ്യുന്നു. സോ ബ്രഹ്മി തന്നെ കഴിക്കുമ്പോൾ നല്ല കയ്പാണ്. സോ കുട്ടികൾ കഴിക്കുകയല്ലോ. കുട്ടികൾക്ക് ശരിയാ, ഞാൻ കഴിച്ചിട്ടുണ്ട് ബ്രഹ്മി, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പച്ച കളറായിട്ടാ വരാ എല്ലാം ഓവറോൾ. ഇതാണ് മഫോട്ട ദേവ, ദാറ്റ്സ് ഫോർ ലിവർ, ഫോർ ദ ഫാറ്റി ലിവർ, ഗ്രേഡ് 1 to ഫാറ്റി ലിവറിലൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഷുഗറിന്റെ മെഡിസിനിൽ ഇത് ഉപയോഗിക്കും, യൂസ് ചെയ്യുന്ന സംഭവം. ഫ്രൂട്ടാ ഉപയോഗിക്കാം അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ ആസ് എ ഫ്രൂട്ട് ഡയറക്റ്റ് ഇത് കൊള്ളത്തില്ല. കാരണം കുറച്ച് പോയിസണസ് ആണ്. നമ്മളിത് ഫെർമെന്റൈസ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് ഒക്കെ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. നന്നായിട്ട് ഉണങ്ങി കഴുകിയെടുത്ത്. ഇത് നാച്ചുറലി ഇവിടുത്തെ ജംഗലിൽ ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഇത് ഈ പ്ലാന്റ് അല്ല ഇത് ആക്ച്വലി ഇപ്പൊ അതെ ആക്ച്വലി ഒറിജിൻ ഇവിടെ അല്ല. ഇത് മലേഷ്യൻ ആണ്. നമ്മൾ നോനി പറഞ്ഞത് മാൽഡീവ്സ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഐ മീൻ നമ്മളിപ്പോ കണ്ട ഓൾമോസ്റ്റ് എല്ലാ മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ തന്നെയാണ്, നമ്മുടെ കേരളം തന്നെയാണ്. പിന്നെ സ്പൈസസ് അറിയാലോ, സ്പൈസസ് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. ഇല്ല, പെപ്പർ, മഞ്ഞള്, ഇഞ്ചി, ജീരകമൊക്കെ ഉള്ളൂ. ബാക്കി ഗ്രാമ്പു, പട്ട, ജാതി എല്ലാം വേറെയാണ്. ഏലക്ക എല്ലാം വേറെയാണ്. പക്ഷെ നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. ഇറ്റ്സ് കോമൺ ഹിയർ. അതാണ് ചിത്തരട്ട അൽപീനിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വൈൽഡ് ജിഞ്ചർ. ഇതിന്റെ റൂട്ടാണ് നമ്മൾ ഈ അസിഡിറ്റി, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, സ്റ്റൊമക് അപ്സെറ്റ്, കോൺസ്റ്റിപ്പേഷൻ, ഹാർട്ട് ബേണിംഗ്, ബ്ലോട്ടിംഗ്, അങ്ങനെയുള്ള വയറ് സംബന്ധമായിട്ടുള്ള ഓൾമോസ്റ്റ് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. ആക്ച്വലി പിത്തം എന്ന് പറയും. പിത്തം നല്ല ആയുർവേദിക് ജിഞ്ചർ. ഇതാണ് കല്ലുവാഴ. കിഡ്നി സ്റ്റോണൊക്കെ നല്ലതാണ്. ഇതിന്റെ UTI പ്രോബ്ലംസിന് ഇതിന്റെ കായാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇതിന്റെ കായ ഉണ്ടാവാനുണ്ടല്ലോ 6 to 8 years ആവും. 8 years. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ബനാന പോലെ ആയിരിക്കും. ഉള്ളിൽ നിറയെ സീഡ്സ് ആയിരിക്കും. സോ നമുക്ക് കഴിക്കാനായിട്ട് ഫ്ലഷ് കുറവാ അതില്. ബനാന എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇതിന്റെ ഹൈബ്രിഡ് വേർഷൻസ് ആണ് നമ്മളിപ്പോ പെട്ടെന്ന് 6 മാസം 8 മാസത്തിൽ കഴിക്കുന്ന സംഭവം ഇല്ല, 10 മാസത്തിൽ കഴിക്കുന്ന സീഡ്ലെസ് ബനാനാസ്. അല്ല ഇതിന്റെ കായ് നമ്മൾ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സീഡ് ഉണ്ടല്ലോ, ചുമ്മാ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ പോലും UTI പ്രോബ്ലംസിന് നല്ലതാണ്. ഓക്കെ, and these are the some main ingredients for the hair oil. മെയിൻ ഇൻഗ്രീഡിയൻസ് അതാണ് നീലാമരി. അയ്യൂന്യം. പിന്നെ ഇത് ജഡായു ലക്ഷ്മി എന്ന് പറയുന്നത് അലോവേര. പിന്നെ ഈ ചെറിയ പ്ലാന്റ് കേശവർദ്ധിനി. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ മരുന്ന് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഇത് റെഗുലർ ഹെയർ ഓയിൽ പോലെ ഉപയോഗിക്കുന്ന സംഭവം ഒന്നല്ല. ആഴ്ചയിൽ 2 തവണ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ആൻഡ് അഡ്വർടൈസ്മെന്റ് പറയുന്ന പോലെ ബോൾഡ് ഹെഡിൽ ഹെയർ വരത്തുമില്ല, വൈറ്റ് ഹെയർ ബ്ലാക്കും ആവത്തില്ല. ഓക്കെ, സോ നമുക്ക് ഉള്ള ഹെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കാൽപ് സോറിയാസിസ്, ഇച്ചിങ് ഫംഗസ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മൈഗ്രെയിൻ ഹെഡേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, ആസ് എ മെഡിസിൻ. ഓക്കെ, കുട്ടികൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ നോർമൽ ഇഞ്ചി, സിനമൺ, ബാർക്ക്, പട്ട. ഇതാണ് കർപ്പൂര തുളസി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കർപ്പൂര തുളസി മൈഗ്രെയിനിന്റെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന പേര് പറഞ്ഞില്ലേ എന്നോ. വയാലി മതിയോ? സിനമൺ തരാ. The pineapple plant. See, इधर देख अच्छा इसमें टच करके देख. Hey, touch कर. Yesterday you were trying ना. हाँ, mimosa plant. Don't touch me plant. देखा है. touch करना. इधर लगा.
तो स्पाइस गार्डन के टूर के बाद हम आए हैं उनके ही आयुर्वेदिक स्टोर में, जहाँ पे काफ़ी सारे स्पाइसेस के ऑप्शंस और काफ़ी सारी आयुर्वेदिक मेडिसिन्स हैं। सो हमने उनमें से कुछ चूज़ किया है जो नॉर्मली आपको मिलते हैं स्पाइसेस इंडिया में जो पाए जाते हैं, वो सारे स्पाइसेस ऑलमोस्ट हमने इसमें से ढूंढ के निकाले हैं जो ऑथेंटिक है। और हमें एक चीज़ यहाँ पे पता चला कि थोड़ा सा एक्सपेंसिव साइड में है मसाले स्पाइसेस, बट ओके है। चलो आप कितना आप वैसे भी हम मुन्नार से निकल चुके हैं, आलूपुरा की तरफ जा रहे हैं, तो हमें और कोई ऑप्शन नहीं था मुन्नार में जाके वापस स्पाइसेस खरीदे। तो हमने सोचा थोड़ा सा एक्सपेंसिव साइड रहेगा तो भी चलेगा, बट हमने खरीद लिए। तो काफ़ी सारे स्पाइसेस ले लिए, कुछ आयुर्वेदिक मेडिसिन भी ले लिए हमारे कॉमन यूज़ के लिए। जैसे ये जो दो चीज़ आप देख रहे हैं, ये है पेन बाम। आपको कहीं पे भी पेन है आप लगा सकते हो। दूसरा है ये ब्रह्मी रसायनम, ये बच्चों के लिए अच्छा होता है, ओरल ग्रोथ के लिए अच्छा होता है, दिमाग के लिए अच्छा होता है। तो हमने ये लेहियम कहते हैं। और ये रहा हमारा बिल। तो सारे स्पाइसेस और ये मिला के हमारे हुए एग्जैक्ट 3000 रुपये। सो विच इज़ ओके एज ऑफ नाउ, क्योंकि हम बार बार यहाँ पे आने वाले हैं नहीं। सो चलते हैं, निकलते हैं यहाँ से। हम अगले डेस्टिनेशन में आपको मिलते हैं जो कि होगा आलूपुरा। कुछ आपको हिंट दे देते हैं। तो दिस इज़ वेम्बनाड कायल। वेम्बनाड कायल में बैक वाटर हाउस बोट में हम जाएंगे, सारा कुछ आएगा, बट आप बने रहिए हमारे साथ, सब्सक्राइब करके रखिए। सारे वीडियो आगे एक से एक वीडियो आने वाले हैं, सो प्लीज़ बने रहिए। तब तक के लिए दिस इज़ विपिन साइनिंग ऑफ फ्रॉम लिविंग लाइफ व्लॉग्स। टाटा, बाय बाय, जय हिंद। That's the canal for you. कैनाल टूरिज्म करके एक बोट आती है, तो इसमें आप जा सकते हो। तो इस